മൈസാനഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റിയായ ഒരു പാൽക്കപ്പ വിത്ത് മീൻ കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. നമ്മൾ സാധാ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് പണിയൊന്നുമില്ലാതെ പെട്ടെന്നൊരു മീൻ കറിയും പെട്ടെന്നൊരു പാൽക്കപ്പയും. അതിന് വേണ്ടിയിട്ട് 350 ഗ്രാം ടൂണ ചെറിയ പീസായി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 6ഓളം ചുവന്നുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടാണ് 1/2 കപ്പ് ചൂടുവെള്ളത്തിലാണ് കുതിർത്തിട്ടിരിക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1/2 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചുടച്ചതാണ്. കളർ കാര്യമാക്കേണ്ട, അരി വേവിക്കുന്ന പാത്രത്തിൽ കുക്ക് ചെയ്തുകൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ച് വേവിച്ചെടുത്തതാണ്. 6ഓളം ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്തത്, 3 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചെടുത്തത്, 1.25 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില. കുക്കിയുള്ള പാൻ എടുത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കാതെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും റെഗുലർ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പിൽ നിന്ന് 3/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ആക്കുന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കൂടുതൽ വെള്ളത്തിലിട്ട പുളി പിഴിഞ്ഞൊഴിച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ ഈ ചേർത്ത ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ കുക്ക് ചെയ്യാം. 10 മിനിറ്റ് ശേഷം ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഫിഷ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 6 മിനിറ്റോളം ഈ ഫിഷ് ഒന്ന് കുക്കാവുന്നവരെ മാത്രം കുക്ക് ചെയ്യുക. ഇനി ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ഉടച്ച് കളയരുത്. 7 മിനിറ്റോളം കുക്ക് ചെയ്ത് ഫിഷ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നിങ്ങളുടെ ഇഷ്ടത്തിന് 1-2 തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. അടുത്ത് കപ്പ് റെഡിയാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്ന അതിലേക്ക് കടുക് പൊട്ടി വന്ന് അതിലേക്ക് ചതച്ച് വെച്ച ചുവന്നുള്ളിയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് ചെറുതായി കളർ മാറി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ മാറി ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച് കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടുപ്പത്ത് വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. അവസാനം എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.25 കപ്പ് തേങ്ങാപ്പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ അടിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുക്ക് ചെയ്ത കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കിയത് തിളച്ച് തുടങ്ങിയാൽ അതിൻ്റെ മുകളിലേക്ക് ഫിഷ് കറി ചേർത്ത് കൊടുക്കാം. പതിയെ പൊട്ടാതെ ഉടയാതെ ഒഴിച്ചു കൊടുക്കണം. സാധനം റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.